ഗുരുവായൂരിലെ ആ പ്രഭാതം ഒരു സാധാരണ ദിവസമല്ലായിരുന്നു. മഴ കഴിഞ്ഞതിന്റെ തണുപ്പ് ഇപ്പോഴും കാറ്റിൽ നിറഞ്ഞിരുന്നു. ക്ഷേത്രവാതിൽക്കൽ നിന്ന് ഓരോരുത്തരുടെയും ഹൃദയം ഒരു പ്രതീക്ഷയാൽ നിറഞ്ഞിരുന്നു. ഇന്ന് കണ്ണനെ കൂടുതൽ അടുപ്പത്തിൽ അനുഭവിക്കാനാകുമെന്ന പ്രതീക്ഷ. ആ കൂട്ടത്തിനിടയിൽ ഹരികൃഷ്ണൻ എന്ന ഒരു ചെറുപ്പക്കാരൻ നിശബ്ദമായി നിന്നു. അവന്റെ ജീവിതം വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ലാത്തത്. പക്ഷേ ഒരു പ്രാർത്ഥന മാത്രം. കണ്ണാ, നീ എപ്പോഴും എന്റെ ഒപ്പമുണ്ടാകണം. അവൻ ആദ്യമായി ഗുരുവായൂരിലെത്തിയത് ആ ദിവസമായിരുന്നു. മണിയൊച്ച ഉയർന്നു. വാതിൽ തുറന്നു. അവന്റെ കണ്ണുകൾ ആദ്യമായി ആ ദിവ്യരൂപത്തെ കണ്ടു. കാലുകൾ പിണച്ചുവച്ച്, കുഞ്ഞിക്കൈകളിൽ ചെറിയ ഓടകുഴൽ പിടിച്ച്, ചുണ്ടോട് ചേർത്ത് വേണു ഊതുന്ന മുരളീധരൻ, കളഭാലങ്കാരത്തിൽ തിളങ്ങുന്ന ഗുരുവായൂരപ്പൻ. പൊന്തളങ്ങൾ പ്രകാശിച്ചു. പട്ടുകോണകം കാറ്റിൽ അലിഞ്ഞു. കിങ്ങിണിയുടെ നാദം അവന്റെ ഹൃദയത്തോട് ചേർന്നു. കഴുത്തിൽ മുല്ലമാലയുടെ സുഗന്ധം, വളയംമാലയുടെ ഭംഗി, തോളുകളിൽ സ്വർണഗോപി, ചെവിയിൽ പൂക്കൾ, നെറ്റിയിൽ പ്രകാശിക്കുന്ന സ്വർണതിലകം, പൊൻകിരീടവും അതിനു മീതെ തിരുമുടിമാലകളും എല്ലാം ചേർന്ന ഒരു ദിവ്യസംഗീതം പോലെ തോന്നി. ഹരികൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ദർശനം നോക്കി നിൽക്കുമ്പോൾ അവനു തോന്നി കണ്ണൻ പുഞ്ചിരിക്കുകയാണെന്ന്. ഒരു നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായി. അവൻ കേട്ടു ഒരുപാട് മൃദുവായൊരു ശബ്ദം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നൊപ്പമുണ്ട്. ഹരികൃഷ്ണൻ അമ്പരന്നു. അവൻ ചുറ്റും നോക്കി. ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ ഹൃദയം ഉറപ്പിച്ചു. അതെ, അത് കണ്ണന്റെ ശബ്ദമായിരുന്നു. ആ ദിവസം കഴിഞ്ഞു. ഹരികൃഷ്ണൻ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ അവൻ ഇനി പഴയ ബാലനല്ലായിരുന്നു. എല്ലാ വിഷമങ്ങളിലും എല്ലാ ആശങ്കകളിലും അവൻ ഒരേയൊരു കാര്യമാണ് ഓർത്തത്: വേണു ഊതുന്ന കണ്ണന്റെ പുഞ്ചിരി. ഞാൻ നിന്നൊപ്പമുണ്ട്. വർഷങ്ങൾ കടന്നു. ജീവിതം പല പരീക്ഷണങ്ങൾ നൽകി. പക്ഷേ ഹരികൃഷ്ണൻ ഒരിക്കലും ഒറ്റപ്പെട്ടില്ല. കാരണം അവന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു ആ കളഭാലങ്കാരത്തിലെ കണ്ണൻ. പുഞ്ചിരിച്ച്, വേണു ഊതി, കൈ വിട്ടുകൂടാതെ കാത്തുനിൽക്കുന്ന കണ്ണൻ.